നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. നിരന്തരം ഈശ്വര പൂജ ചെയ്യുന്ന ഭക്തന് മനഃശുദ്ധി കൈവരും. ഈ ഭാവത്തിലേക്ക് ഉയർന്ന ഒരാൾ പ്രപഞ്ചത്തിലെ സകലതിനെയും ഈശ്വര ബുദ്ധിയാ വന്ദിക്കും. ഇനി ഈ തലത്തിലെത്തിയില്ലെങ്കിലും ഭക്തൻ തൻ്റെ ഇഷ്ടദേവതയുടെ മുന്നിൽ സദാ വന്ദിക്കും. ഇങ്ങനെ വന്ദിക്കുന്നതിലൂടെ മനസ്സ് സദാ ഈശ്വര സ്മരണയിൽ നിർത്താൻ ഭക്തന് കഴിയും. ശരിയായ ഭക്തി നേടിയിട്ടുള്ള ഒരു ഭക്തൻ ഈ പ്രപഞ്ചത്തിൽ എന്ത് കാണുന്നുവോ അതെല്ലാം ഈശ്വര സ്വരൂപം തന്നെ എന്നറിയുന്നു. ഋഗ്വേദത്തിൽ പുരുഷ ഏവേദം സർവം എന്നാണ് പറയുന്നത്. അതായത് ഇതെല്ലാം പുരുഷൻ അഥവാ ഈശ്വരൻ തന്നെയാകുന്നു എന്നാണ്. ചാന്തോക്യോപനിഷത്തിൽ സർവം ഖ്വലിത്വം ബ്രഹ്മ എന്ന് പറയുന്നതും നിശ്ചയമായും ഇതെല്ലാം ബ്രഹ്മം തന്നെ എന്നാണ്. അങ്ങനെ ബഹസഹസ്രം ശ്രുതികളിൽ പറയുന്നത് ഈ പ്രപഞ്ചമെല്ലാം ഭഗവത് രൂപം തന്നെയാണെന്നും അതിലെല്ലാം നിറഞ്ഞു തുളുമ്പുന്നത് ഈശ്വര മഹിമയാണെന്നുമാണ്. തൂണിലും മൃഗത്തിലും മനുഷ്യരിലും എല്ലാം ഏകാത്മാവാണെന്ന സത്യം ഭക്തൻ തിരിച്ചറിയുന്നു. ഈ അവസ്ഥയിലെത്തിയാൽ ഭക്തൻ സർവ്വതിനു മുന്നിലും വന്ദനാഭാവത്തോടെ ജീവിക്കുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ അന്നപൂർണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം. ഉർവി സർവജനേശ്വരി ജയകരി മാതാ കൃപാസാഗരി നാരി നീലസമാന കുന്ദളധരി നിത്യാന്നദാനേശ്വരി സാക്ഷാൻ മോക്ഷകരി സദാ ശുഭകരി കാശീപുരാധീശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരി. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. എല്ലാവർക്കും സമഗ്രമായ ഐശ്വര്യവും ധർമ്മവും യശസ്സും ശ്രീയും ജ്ഞാനവും വൈരാഗ്യവും നൽകുന്ന ഈശ്വരിയാണ് ദേവി. കാരുണ്യത്തിൻ്റെ സാഗരവും സകല ജീവജാലങ്ങൾക്കും നിത്യവും അന്നം നൽകുന്ന മാതാ അന്നപൂർണേശ്വരിയെ സ്തുതിക്കുന്ന ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. അന്നപൂർണ സ്തോത്രത്തിൽ 7ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഉർവീ സർവജനേശ്വരി ഭഗവതി, 2 ശബ്ദങ്ങൾ ശ്രദ്ധിച്ചു. അവിടെ ഉർവീ സർവജനേശ്വരി എന്ന് 2ആയി പറയാം. ഭൂമിദേവി, ഭൂമിദേവിയുടെ രൂപത്തിൽ നിലകൊള്ളുന്ന ഭഗവതി, സർവജനങ്ങൾക്കും ഈശ്വരിയായവൾ.
അഥവാ ഉർവിയിലെ സർവ്വജനങ്ങൾക്കും ഈശ്വരിയായവൾ. ഇങ്ങനെ രണ്ട് രീതിയിൽ പറയാം. ഭഗവതി, ഭഗത്തോടൊത്തവൾ, സമഗ്രമായ ഐശ്വര്യവും ധർമ്മവും യശസ്സും ശ്രീയും ജ്ഞാനവും വൈരാഗ്യവും, ഈ 6 ഗുണങ്ങൾ സദാ തികഞ്ഞു വന്നാൽ അതിന് പറയുന്ന പേരാണ് ഭഗമെന്ന്. ഭഗത്തോടൊത്തവൾ ഭഗവതി, അല്ലെങ്കിൽ ഭഗവാന്റെ ശങ്കരൻ്റെ പത്നിയായതുകൊണ്ട് ഭഗവതി. തുടർന്ന് മാതാ കൃപാസാഗരീ വേണീനീല സമാനകുന്തള ഹരി നിത്യാന്നദാനേശ്വരി സാക്ഷാന്മോക്ഷകരീ സദാശുഭകരീ കാശീപുരാധീശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനകരീ മാതാന്നപൂർണേശ്വരി. മാതാവ്, അമ്മ, സകല ജഗത്തിനും സകല ചരാചരങ്ങൾക്കും മാതാവ്. എല്ലാ സൃഷ്ടിജാലങ്ങളും തന്നെ ഏതൊരു പ്രകൃതിയിൽ നിന്നാണോ അഥവാ മായാശക്തിയിൽ നിന്നാണോ ആ പ്രകൃതിയെയാണ് മാതൃശബ്ദം കൊണ്ട് വിളിക്കുന്നത്. ഇപ്പോൾ സകല ജഗന്മാതാവ്, എല്ലാത്തിനെയും പരിപാലിക്കുന്നവളെന്നും പറയാം. മാങ്ങ്, മാനേ എന്നുള്ള ധാതുവിന് അളക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എല്ലാത്തിനെയും അറിഞ്ഞളന്ന് പരിപാലിക്കുന്നവളും മാതാവ് തന്നെ. തുടർന്ന് കൃപാസാഗരി എന്ന് പറയുന്നു. ഇവിടെ എല്ലാ ശ്ലോകങ്ങളിലും കൃപാവലംബനകരി എന്ന് ആവർത്തിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ വിശേഷമായ അർത്ഥങ്ങൾ നമ്മൾ ചിന്തിക്കുകയും ചെയ്തു. സദാ കൃപയെ അവലംബമാക്കുന്നവളാണ് കൃപാവലംബനകരി. ഇവിടെ കൃപാസാഗരി എന്നാണ് പറഞ്ഞത്. കൃപയുടെ സാഗരമായവൾ, സാഗരം സമുദ്രം, കാരുണ്യത്തിൻ്റെ കടലായവൾ. അവിടെ സാഗരം അപാരതയെ അഗാധതയെ കാണിക്കുന്നു. അളവറ്റ കൃപയുടെ ഭാവത്തോടൊത്തവൾ എന്നർത്ഥം. കൃപാസാഗരി വേണീ നീലസമാന കുന്തലഹരി. വേണീ നീലസമാനമായ, ഇന്ദ്രനീലത്തിന് തുല്യമായ, ഇപ്പം ഇന്ദ്രനീല രത്നത്തിന് തുല്യമായ കുന്തളത്തോട് കൂടിയവൾ, തലമുടിയോട് കൂടിയവൾ. ഇന്ദ്രനീലത്തിന് തുല്യം പ്രഭാപൂർണമായ തലമുടിയോട് കൂടിയവൾ. നിത്യാന്നദാനേശ്വരി, നിത്യം അന്നദാനേശ്വരിയാണ്. നിത്യമായും അന്നദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സകല ജീവരാശിക്കും അതത് ജീവികൾക്ക് വിഹിതങ്ങളായ അന്നങ്ങളെ ദാനം ചെയ്യുന്നവളാണ്. അന്നപൂർണയുടെ അനുഗ്രഹം കൊണ്ടാണ് സസ്യങ്ങളെന്നും മറ്റ് ജന്തുജാലങ്ങളെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും അന്നം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ അത്ഭുതകരമായ വ്യവസ്ഥയാണ്. എന്തെന്ത് ജീവനോടൊത്തുണ്ടോ അതിനെല്ലാം അന്നം നിശ്ചിതമാണ്. ആ അന്നം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് പ്രപഞ്ച വ്യവസ്ഥയിൽ തന്നെയാണ്. അത് ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥയാണ്. നമുക്കതിൽ കൈകടത്താൻ അധികാരമൊന്നുമില്ല. ഓരോ ജന്തുവിനും ഓരോ ജീവരാശിക്കും അതിൻ്റെ അന്നം അതിവിടെ തയ്യാറാണ്. അത് ഈ പ്രപഞ്ച വ്യവസ്ഥയുടെ ഭാഗമാണ്. ആ വിധത്തിൽ സകല ജീവരാശിക്കും അന്നദാനം ചെയ്ത് അതിനെ ഈശനം ചെയ്ത് നിയന്ത്രണം ചെയ്ത് നിലനിർത്തുന്ന അല്ലയോ ഭഗവതി. സാക്ഷാന്മോക്ഷകരീ. അപ്പം എല്ലാവർക്കും അന്നദാനം ചെയ്യാമെന്ന് പറയുമ്പോൾ അത് കേവലം സ്ഥൂല ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായി നമ്മൾ വായയിലൂടെ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, മറിച്ച് നമ്മുടെ എല്ലാ ഭോഗങ്ങളെയും അത് ലക്ഷ്യമാക്കുന്നുണ്ട്. സകല ജീവരാശിയും എന്തെന്ത് ഭോഗങ്ങളെ ചെയ്യുന്നുണ്ടോ, എന്തെന്ന് അനുഭവിക്കുന്നുണ്ടോ അതിനെല്ലാം ദാനം ചെയ്യുന്നവളാണ് ഭഗവതി. അപ്പോൾ അവിടെ സംശയം വന്നു, ഭോഗപ്രദ മാത്രമാണോ? ഭോഗപ്രദയാണ്.
ഭോഗപ്രദയാണ് ദേവി, ഭോഗത്തെ നൽകുന്നു. എന്നാൽ ഭോഗം മാത്രമല്ല, പിന്നെയോ സാക്ഷാൻ മോക്ഷകരി, സാക്ഷാത്തായിട്ട് മോക്ഷത്തെ ചെയ്യുന്നവളാണ്. ഭോഗേച്ഛുക്കൾക്ക് ഭോഗം നൽകുന്നു, മോക്ഷേച്ഛുക്കൾക്ക് മോക്ഷം നൽകുന്നു. മോക്ഷം തത്വവിജ്ഞാനമാണ്, അഥവാ തത്വവിജ്ഞാനത്തിലൂടെയാണ്. തൻ്റെ എല്ലാ പരിമിതി ഭ്രമങ്ങളും നീങ്ങുന്നതാണ് വാസ്തവത്തിൽ മോക്ഷം. അപരിമിത സ്വരൂപനാണ് താനെന്ന സാക്ഷാത്കാരമാണ് മോക്ഷം, അഥവാ മോക്ഷത്തിലേക്ക് നയിക്കുന്നത്. ആ ഒരു ബോധത്തിലേക്ക് നമ്മളെ ഉയർത്തുന്ന അതാണ് സാക്ഷാത് മോക്ഷകരി. ചിത്തശുദ്ധിദ്വാര തത്വജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതിലൂടെ മോക്ഷധാമത്തിലേക്ക് മുമുക്ഷുക്കളെ ഉയർത്തുന്നവളും നീ തന്നെ, സകല ജീവരാശിക്കും സകല ഭോഗങ്ങളെ നൽകുന്നവളും നീ തന്നെ. അതുകൊണ്ട് നിത്യാന്നദാനേശ്വരിയുമാണ്, സാക്ഷാൻ മോക്ഷകരിയുമാണ്. പിന്നെയോ സദാ ശുഭകരി, എപ്പോഴും ശുഭത്തെ ചെയ്യുന്നവൾ, ശുഭമായതിനെ, എല്ലാ ജീവരാശിക്കും ശുഭമായതിനെ. ഇവിടെ ശുഭം എന്നുള്ളത് ഓരോ വ്യക്തിയുടെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ കാണുന്ന ശുഭം മാത്രമല്ല, ഈ പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥയുണ്ട്. ചിലപ്പോൾ നമുക്ക് വ്യക്തിയെ സംബന്ധിച്ച് അശുഭമായല്ലോ എന്നൊക്കെ തോന്നും, പക്ഷേ മൊത്തം പ്രപഞ്ച വ്യവസ്ഥയെ ശുഭകരമായി നിലനിർത്തുന്നവളാണ്. അങ്ങനെ ശുഭകരിയായിരിക്കുന്ന ഭഗവതി കാശീപുരാധീശ്വരിയാണ്, കൃപാവലംബനകരിയാണ്, മാതയാണ്, അന്നപൂർണേശ്വരിയാണ്. ഇത്രയും നാമങ്ങൾ പറഞ്ഞിട്ട് എല്ലാ ശ്ലോകങ്ങളിലുമുള്ളതുപോലെ ഭിക്ഷാം ദേഹി എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. കഠിനവ്രതമാണ് ശബരിമല മണ്ഡലകാലത്തിൻ്റെ ഒരു സവിശേഷത. വ്രതങ്ങളും തീർത്ഥാടനങ്ങളും ഒരു വ്യക്തിയിൽ ആന്തരികവും ബാഹ്യവുമായി ഉണ്ടാക്കുന്ന പരിവർത്തനങ്ങളും അത് കുടുംബത്തിൽ ഉണ്ടാക്കുന്ന ശാന്തതയെയും കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ശിവാമൃതാനന്ദപുരി സംസാരിക്കുന്നത്. ശിവായ, ഇപ്പോൾ മണ്ഡലകാലം ആരംഭിച്ചിരിക്കുകയാണ്. വളരെ കാലം മുമ്പ് ഈ മണ്ഡലകാലം എന്നുള്ളൊരു വലിയ വാർത്താ പ്രാധാന്യമുള്ള വിഷയമായിരുന്നില്ല. തീർച്ചയായിട്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങൾ ശബരിമലയിൽ പോയിരുന്നു, വ്രതം എടുത്തിരുന്നു, അവിടെ ചടങ്ങുകളെല്ലാം വീടുകളെല്ലാം നടന്നിരുന്നു. പക്ഷേ അതിന് വലിയ പ്രാധാന്യം, വാർത്താ പ്രാധാന്യം കൈവന്നിരുന്നില്ല. എന്നാൽ അടുത്ത കാലത്തായിട്ട് ഈ കാലഘട്ടം മുഴുവൻ തന്നെ മിക്കവാറും എല്ലാ ദിവസവും പത്രങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ ശബരിമലയായിട്ട് ബന്ധപ്പെടുത്തി വരാറുണ്ട്. അപ്പോൾ അങ്ങനെ കൂടുതൽ വാർത്താ പ്രാധാന്യം വരുന്നത് ഇത് കൂടുതൽ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടാക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ഇതിന് പ്രാധാന്യം കിട്ടുന്നത്, വാർത്താ പ്രാധാന്യം കിട്ടുന്നത് അതുകൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും പ്രയോജനമുണ്ട്. കാരണം ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണെന്നുള്ളൊരു പ്രചാരം മറ്റൊരു വഴിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അന്ധവിശ്വാസമാണെങ്കിൽ തന്നെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതുകൊണ്ട് സമൂഹത്തിന് ഗുണമാണോ ദോഷമാണോ ഉണ്ടാകുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കണം. മണ്ഡലകാലത്ത് നമ്മൾ കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെയൊക്കെ എണ്ണം നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും നമ്മൾ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കുറവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ആശുപത്രിയിലെ രോഗികളുടെ എണ്ണം നോക്കിയാലും ഈ കാലഘട്ടത്തിൽ അത് വളരെ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ട് അതിനുള്ള കാരണം ഈ മണ്ഡലകാലത്ത് നമുക്കറിയാം, മാലയിട്ട നല്ലൊരു ശതമാനം ഭക്തന്മാരും കുറേയൊക്കെ വ്രതം നോക്കുന്നവരാണ്. ആ വ്രത കാലഘട്ടത്തിൽ അവർ മത്സ്യമാംസങ്ങളൊന്നും ഉപയോഗിക്കാറില്ല, മദ്യപിക്കാറില്ല. അപ്പോൾ ആ പുകവലി ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ അങ്ങനെ പരമാവധി ആരോഗ്യപരങ്ങളായ അവരുടെ വ്രതം അനുഷ്ഠാനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. മദ്യപാനമൊക്കെ ഒഴിവാക്കുമ്പോൾ, മയക്കുമരുന്നൊക്കെ ഒഴിവാക്കുമ്പം സമൂഹത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ കുറവുണ്ടാകുന്നു. അപ്പോൾ ഇത് സാമൂഹികമായിട്ടൊരു മാറ്റത്തിന് കാരണം ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള വിശ്വാസം അത് ശരിയോ തെറ്റോ എന്നാർക്കും തെളിയിക്കാൻ സാധിക്കുന്ന വസ്തുവല്ല. ഇത് ശാസ്ത്രത്തിൻ്റെ വിഷയമല്ല. ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഭൗതിക വിഷയങ്ങളാണ്. ഇന്നും ശാസ്ത്രത്തിന് ജീവൻ എന്താണെന്നതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ജീവൻ കൈകാര്യം ചെയ്യുന്ന വസ്തുക്കൾ, അണു എന്താണ്, അതിൻ്റെ അകത്തുള്ള പരമാണുക്കൾ എന്താണ്, അവയുടെ ഘടകങ്ങൾ എന്താണ്, അങ്ങനെ ഗോഡ് പാർട്ടിക്കിൾ വരെ, ദൈവകണിക വരെ ഇന്ന് നമ്മുടെ ശാസ്ത്ര ഗവേഷണം എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ശാസ്ത്ര ഗവേഷണം ഭൗതിക ലോകത്താണ്
കൂടുതൽ ആഴങ്ങളിലേക്ക് പഠനം നടത്തുന്നത് ഒരിക്കലും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതോ ജീവനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത്രത്തോളം ആഴത്തിലെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം ഇതുകൊണ്ട് നമുക്കെന്താണ് ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകുന്നത്, ഈശ്വരവിശ്വാസം കൊണ്ട് അതിനുള്ള അനുഷ്ഠാനങ്ങൾ കൊണ്ട് നമുക്കെന്താണ് പ്രയോജനം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, മദ്യപിക്കുന്നൊരു വ്യക്തി അയാളുടെ വരുമാനത്തിൽ നല്ലൊരു പങ്ക് അതിനുവേണ്ടി ചിലവാക്കുന്നു. അതുകൊണ്ട് ആ വ്യക്തിയുടെ ആരോഗ്യം ക്ഷയിക്കുന്നു, ആൾ രോഗിയായിത്തീരുന്നു, ഭാവിയിൽ രോഗിയായിത്തീരുന്നു, ചികിത്സയ്ക്ക് അതിനേക്കാളും പണം ചിലവാക്കേണ്ടി വരുന്നു, കുടുംബത്തിൻ്റെ വരുമാനം ഇല്ലാതായിത്തീരുന്നു. പലരും മദ്യപിച്ചിട്ട് വന്നിട്ട് ഭാര്യയെ എടുത്ത് തല്ലുക, കുട്ടികളെ ഉപദ്രവിക്കുക, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അയൽക്കാരുമായിട്ട് വഴക്കുണ്ടാക്കുക, നാട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കുക. അപ്പോൾ അങ്ങനെ രീതിയിൽ നാടിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു, വീടിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു, കുട്ടികളുടെ അവർക്ക് മാനസികമായിട്ട് അവർക്ക് വലിയ ആഘാതം അവരുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നു. അപ്പോൾ ആ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു. അപ്പോൾ ഇതെല്ലാത്തിനും കാരണം ഈ മദ്യപാനം എന്നുള്ള ദുശീലമാണ്. എന്നാൽ പിന്നെ ഇത് എത്ര മോശമാണെന്ന് അറിയാമെങ്കിൽ അങ്ങ് നിർത്താൻ അവർക്ക് സാധിക്കില്ല. പലർക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിർത്താൻ സാധിക്കില്ല, കാരണം അത്രത്തോളം അതിന് അടിമകളായി കഴിഞ്ഞു. അപ്പോൾ അവർ അഡിക്ഷനായിട്ട് കഴിഞ്ഞു. ഈ അഡിക്ഷനിൽ നിന്ന് സ്വയം പിന്മാറാൻ എളുപ്പമല്ല. അപ്പോൾ അങ്ങനെ അഡിക്ഷനിൽ നിന്ന് പിന്മാറാൻ എളുപ്പമല്ലാത്ത ഇരുന്നിട്ട് പോലും ഇങ്ങനെ വ്രതമെടുക്കുന്ന സമയത്ത് പല മദ്യപന്മാർക്കും ഇത് ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഈശ്വര ശക്തി നമ്മുടെ കൂടെയുണ്ട്. ഭഗവാൻ നമ്മുടെ അനുഗ്രഹിക്കുന്ന ഭഗവാന്റെ ശക്തി, ഭഗവാനുള്ള വിശ്വാസം കൊണ്ട് അവർക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മാറി നിൽക്കാൻ സാധിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസം ഉണരുകയാണ്. എനിക്ക് സാധിക്കും എന്നൊരു ആത്മവിശ്വാസം ഉണരുകയാണ്. അപ്പോൾ അത് ഒരു പക്ഷേ വീണ്ടും പൂർണ്ണമായിട്ടും മദ്യത്തിൽ നിന്ന് മുക്തരാകണമെന്ന് വിചാരിച്ചാൽ പോലും ഇങ്ങനെയൊരു സന്ദർഭത്തിൽ അവർക്ക് ആ വ്രതാനുഷ്ഠാനം എടുക്കുമ്പോൾ ഇത് മാറി നിൽക്കാൻ സാധിക്കുന്നതുകൊണ്ട് അത് തുടർച്ചയായിട്ട് എടുക്കുകയാണെങ്കിൽ ക്രമേണെങ്കിലും അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കും. നമുക്കറിയാം, ആദ്യകാലത്ത് നിരീശ്വരവാദികളായിട്ട് നടന്ന ജീവിതത്തിലെ സുഖങ്ങളെല്ലാം ആസ്വദിക്കാൻ ശ്രമിച്ചിരുന്ന പലരും പിൽക്കാലത്ത് വലിയ ഈശ്വരഭക്തന്മാരായിട്ട് മാറിയിട്ടുണ്ട്. വ്രതാനുഷ്ഠാനങ്ങളെല്ലാം എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അവരെ സഹായിച്ചത്, ഒരു ധാർമ്മികമായ ജീവിതം നയിക്കാൻ സഹായിച്ചത് ഈ വ്രതാനുഷ്ഠാനങ്ങളിൽ കൂടി കിട്ടിയ ഒരു മനോബലമാണ്. ആ മനോബലം നമ്മളിൽ തന്നെ ഉണർത്തിയെടുക്കാൻ, പരസഹായമൊന്നും ഇല്ലാതെ മരുന്നൊന്നും കൂടാതെ തന്നെ ഉണർത്തിയെടുക്കാൻ ഈ മണ്ഡലകാലങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, അങ്ങനെ ആ ഒരു മാറ്റം കുടുംബത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ദിവസവും മദ്യപിച്ച് വരുന്ന ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ ആ മദ്യപാനം ഉപേക്ഷിക്കുന്നതും വളരെ സ്നേഹനിധിയായിട്ട് മാറുന്നത് കാണുമ്പോൾ സാധാരണത്തിൽ പിതാവിനോട് അല്ലെങ്കിൽ ഭർത്താവിനോട് തോന്നുന്ന വെറുപ്പ് വീണ്ടും ആ സ്നേഹമായിട്ട് മാറുന്നു. അതിന് കാരണമായി തീർന്നത് ഈശ്വരഭക്തിയാണെന്നുള്ള ആ അവബോധം കുട്ടികളിൽ നല്ല സംസ്കാരം ഉണ്ടാക്കാൻ സഹായിക്കും. അപ്പോൾ ഇത് നമ്മളിൽ മാത്രമല്ല മാറ്റം ഉണ്ടാക്കുന്നത്, നമ്മളെ കൂടി സമൂഹത്തിൽ മാത്രമല്ല, കുടുംബത്തിൽ മാത്രമല്ല, അടുത്ത തലമുറയിലും ഒരു ശരിയായ ധാർമ്മികമായൊരു മാറ്റം കൊണ്ടുവരാൻ ഇത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ ഈശ്വരവിശ്വാസം അന്ധവിശ്വാസമാണോ അല്ല എന്ന് ഗവേഷണം നടത്തുന്നതിനേക്കാളും നല്ലത്. അതുകൊണ്ടുള്ള സാമൂഹ്യമായ പ്രയോജനങ്ങൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ വേണ്ട പ്രചാരം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇതിനെക്കുറിച്ച് അവബോധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഇതിനെ നമ്മളൊരു പേരിന് വേണ്ടി മാത്രം ഇന്ന് മാലയിട്ട് നാളെ ശബരിമല ചവിട്ടി തിരിച്ചു വരുന്ന അങ്ങനെയുള്ള ഒരു ശബരിമല പോയി എന്ന് വരുത്തുക, അങ്ങനെ ഉള്ള പ്രകടനമായി മാറരുത്. അത് പ്രകടനമല്ല, അത് ആത്മാർത്ഥമായിട്ട് വ്രതമെടുത്ത് നമ്മൾ ഈ കാലഘട്ടം നീങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും, സമൂഹത്തിൽ ആ മാറ്റം കൊണ്ടുവരും. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ആ മണ്ഡലകാലം ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
सरस्वतीं च तां नौमि वागधिष्ठातृदेवता देवत्वं प्रतिपद्यन्ते यदनुग्रहतो जना। नाशिनी कामिनी वैदिकरूपिणी वेदमयी क्षीरसमु